മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഓട്ടോ പഞ്ചർ വന്നിട്ടുണ്ട്. അഖിൽ ബ്രോ എവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരും ഉഷാറായി ഒരുപാട് മോഡലുണ്ട്, ഒരുപാട് കളക്ഷനുണ്ട്. എവിടെ വണ്ടി എടുക്കണം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ് അതിന്റെ വാറന്റി അല്ലേ? വാറന്റി. കാരണം വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അയ്യടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു 1 year വാറന്റി ഒക്കെ തന്നു നിങ്ങൾക്ക് റോഡ് അസിസ്റ്റൻ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നോ ടെൻഷൻ, നിങ്ങൾ ഫ്രീ മൈൻഡാണ്. ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്, ഒരുപാട് മോഡലുണ്ട്. ഐറ്റം വരുന്നുണ്ട്, അതേപോലെ തന്നെ അൾട്രോസ് ഡീസൽ അല്ലേ പറഞ്ഞ പോലെ ഡീസൽ വരുന്നുണ്ട്, ഉണ്ടായിൻ്റെ വെന്യൂ വരുന്നുണ്ട്, അതേപോലെ തന്നെ WRV വരുന്നുണ്ട്. ഒരുപാട് മോഡൽസും ഒരുപാട് കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കണ്ട. എന്താണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഉഷാറില്ലാത്ത ഓക്കെ. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നല്ലൊരു ഓഫർ കൊടുക്കും. തീർച്ചയായിട്ടും നമ്മളടുത്ത് ഇപ്പോൾ ഒരു 100 വെഹിക്കിൾസിന്റെ മുകളിൽ ഞങ്ങൾക്ക് 2 ഷോറൂം ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് കൊടുവള്ളി സൗത്ത് കൊടുവള്ളി ഞങ്ങൾക്ക് ഒരു ഷോറൂം കോഴിക്കോട്. അപ്പോൾ 2 ഷോറൂമിലായിട്ട് നമുക്ക് ഒരു 100 വെഹിക്കിൾസിന്റെ മുകളിൽ എപ്പോഴും സ്റ്റോക്കുള്ള ഷോറൂമാണ്. അപ്പോൾ ആ വെഹിക്കിൾസ് എല്ലാം നമ്മളൊരു 9 വർഷത്തിനുള്ളിലുള്ള എല്ലാ വെഹിക്കിൾസിനും നമ്മൾ വിത്ത് വാറന്റി വെച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്, എല്ലാ വെഹിക്കിൾസും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാതെ വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ സൗത്ത് കൊടുവള്ളിയുള്ള ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്തുകൊണ്ട് തീർച്ചയായും. പിന്നെ അതല്ലെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ ഇതിൽ നമ്പർ കൊടുക്കാം. അതിനകത്ത് നമ്മളെ കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗിന്റെ അകത്ത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാറ്റലോഗ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും, എല്ലാത്തിനും കിട്ടും. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ കറക്റ്റ് സ്പോട്ട് വരുന്നത്? കറക്റ്റ് സ്പോട്ട് വരുന്നത് പാവങ്ങാട് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത്, കോഴിക്കോട് പാവങ്ങാട് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ വെഞ്ചറിലുള്ളത്. ഒരുപാട് കളക്ഷനും ഒരുപാട് ക്വാളിറ്റിയും ഉണ്ട്, ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്. ഉണ്ടായിൻ്റെ വെന്യൂ ഒക്കെ അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐട്ടൺ ആണെങ്കിലും അൾട്രോസ് ആണെങ്കിലും WRV വരുന്നുണ്ട്, i20 വരുന്നുണ്ട്, കിഡ് വരുന്നുണ്ട്, ടാറ്റ നെക്സോൺ വരുന്നുണ്ട്, പഞ്ച് വരുന്നുണ്ട്. നിങ്ങളൊരു കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ലെവലിൽ നല്ലൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളി. അപ്പോൾ അതിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ. ഇത് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ആണ് തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? മോഡൽ 2016 വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തിയുള്ള വണ്ടി. 2016 മോഡല് ആസ്റ്റയാണ് വരുന്നത്. ആസ്റ്റ 2016 ആസ്റ്റ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി വണ്ടി. ഇനി പ്രൈസ് കൂട്ടാൻ നിൽക്കണ്ട, ഞാൻ ടോപ്പ് ആക്കിയോണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3,60,000 രൂപയ്ക്ക് കൊടുക്കും. 360. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് മാക്സിമം ഒരു 90% വരെ ലോൺ 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു അൾട്രോസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? അൾട്രോസ് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ എക്സെറ്റ്. 2020 എക്സെറ്റ്. എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും. നല്ലൊരു വണ്ടി. ഓക്കെ. ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 5,90,000 വിത്ത് വാറന്റിയിൽ നമുക്ക് കൊടുക്കാം. 5,90,000. എത്ര വരെ വാറന്റി ഉണ്ട്? 1 year വാറന്റി. 1 year 1 year അല്ലെങ്കിൽ നമുക്ക് 10,000 കിലോമീറ്റർ വരെ വാറന്റി കൊടുക്കുന്നു. വാറന്റി കൊടുക്കാം അല്ലേ? അതിന് RSA വേണ്ട കസ്റ്റമേഴ്സിന് നമ്മൾ RSA കൊടുക്കുന്നു. റോഡ് അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതായത് WRV ഹോണ്ടന്റെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പാണ്. VX. ഏതാ മോഡല്? 2019 മോഡൽ. 2019. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 60,000 കിലോമീറ്റർ. ഇതിപ്പോ 4 ടയറൊക്കെ പുതിയ ടയറാണല്ലോ വരുന്നത്. ഉൾപ്പെടെ 5 ടയറും പുതിയ ടയറാണ്. അതായത് സ്റ്റെപ്പിനടക്കം 5 ടയറും പുതിയ ടയറാണ് വരുന്നത്. ഇനിയിപ്പോ ലാസ്റ്റ് ഫൈനൽ എത്ര? 2019 അല്ലേ? 2019. ലാസ്റ്റ് ഫൈനൽ നമുക്ക് വിത്ത് വാറന്റി ആണെങ്കിൽ ഒരു 7,90,000 വരെ കൊടുക്കും. 7,90,000. എത്ര ലോൺ കയറും? ഒരു 90% നമുക്കൊരു 7,25 വരെ ലോണും ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പൈസ ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നല്ല റെഡ് കളി ഹോണ്ടന്റെ വെന്യൂ ആണ് വരുന്നത്. സോറി, ഹോണ്ട അല്ല, ഉണ്ടായിന്റെ വെന്യൂ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നത്. 2020 21 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പാണ്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? അല്ല പെട്രോൾ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇസ്റ്റൊക്കെ അവൈലബിൾ ആണ്. 2021 അല്ലേ പറഞ്ഞത്? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. 2020-2021 രജിസ്ട്രേഷൻ വരുന്ന ഉണ്ടായിന്റെ വെന്യൂ. കാരണം ഈ ഒരു വെന്യൂവിന്റെ പ്രത്യേകത നല്ല വണ്ടിയാണ്, പക്ഷെ ഇപ്പം വണ്ടി നിർത്തലാക്കിയിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ പ്രൈസിന് നല്ലൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഡിമാൻഡ് വേരിയേഷൻ, പ്രൈസിന് മാറ്റം വരുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് പ്രൈസ് എത്ര? നമുക്കൊരു 8,65,000 രൂപയ്ക്ക്. 8,65,000 രൂപ. ഇത് ഓൺ ദ റോഡ് പ്രൈസ് കറക്റ്റ് എത്ര വരുന്നത്? ഓൺ ദ റോഡ് എനിക്ക് തോന്നുന്നു ഒരു 13 ലക്ഷത്തിന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. 8,60,000 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 90% തന്നെ. ഓൾമോസ്റ്റ് 90% നമുക്ക് എന്തായാലും എല്ലാ വണ്ടികൾക്കും ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ടെറാനോ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ടെറാനോ 2016 മോഡലാണ് വരുന്നത്. ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു 6,60,000 കൊടുക്കാം. 6,60,000 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു 6 ലക്ഷം രൂപ മാക്സിമം. 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. കിയന്റെ സെൽറ്റോസ് അല്ലേ?
ഓക്കെ ഇതേതാ അത് കൊടുക്കാനുള്ള എല്ലാം നമ്മൾ സെയിലായി അതെ. ഓ ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്ന ടിയാഗോ ഏതാ മോഡൽ വരുന്നത് ടിയാഗോ വരുന്നത് 2019 മോഡൽ എക്സെറ്റ് പ്ലസ് ആണ് വരുന്നത്. 2019 എക്സെറ്റ് പ്ലസ് അതെ. ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ വന്നിട്ട് ഇത് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? 4,55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 4,55 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഓൺ. ഓക്കെ ഈ ഒരു i20യോ? i20 വരുന്നത് 2017 മോഡൽ സ്പോർട്സ് ഡീസൽ വെഹിക്കിൾ ആണ് വരുന്നത്. 2017 സ്പോർട്സ് ഡീസൽ. ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 90,000 ആ റേഞ്ചിലാണ് കിലോമീറ്റർ വരുന്നത്. ഓക്കെ റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? ഫൈനൽ പ്രൈസ് നമുക്കൊരു 5,60,000 രൂപയ്ക്ക് കൊടുക്കാം. 5,65 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു കിഡോ കിഡ് ആണെങ്കിൽ 2017 മോഡൽ RXL ആണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിൾ ആണ്. 02 എഡിഷൻ എന്ന് പറയും. റെനോൾട്ട് കിഡിൽ വളരെ കുറച്ചൊന്നും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. 1 ലിറ്റർ ആണ് ഇത് വരുന്നത്. 02 എഡിഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലാ ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്ക് ഇതൊരു 2,75,000 രൂപയ്ക്ക് കൊടുക്കാം. 2,75 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു അപ് ടു ഒരു 2,40,000 രൂപയ്ക്ക് നമുക്ക് ലോൺ വേണമെങ്കിൽ 35,000 രൂപ 35,000 രൂപ വണ്ടി സുഖമായി ഇവിടെ ഇറക്കിയിട്ടുണ്ടോ? ഓക്കെ ഈ ഒരു ഉണ്ടായിന്റെ എക്സെന്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയിരുന്നു. 2014 ഫുൾ ഓപ്ഷൻ. അതെ, പെട്രോൾ വെഹിക്കിൾ ആണ്. പെട്രോൾ വണ്ടി. ഓൺഷിപ്പ് ആണത്? സിംഗിൾ ഓണർ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ അത് 50,000 കിലോമീറ്റർ ഓടി. പുതിയ ടയർ ആണല്ലോ അല്ലേ? പുതിയ ടയർ. 4 ടയറും പുതിയതാണ്. 4 ടയർ അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയർ. ഓക്കെ റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? ഒരു 3,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 3,50 കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 3,25 വരെ ലോൺ നോക്കാം. 3,25 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? ടിയാഗോ വരുന്നത് 2020 മോഡൽ എക്സെറ്റ് ആണ് വരുന്നത്. 2020 എക്സെറ്റ്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ വെച്ചിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 50,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്കൊരു 4,85,000 രൂപയ്ക്ക് നമുക്ക് 4,85 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓക്കെ എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 4,30 ആ റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കയറും. ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ ഞാൻ ഉള്ളിൽ കുറച്ച് ഒരുപാട് കളക്ഷൻ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? കിഡ് 2017 മോഡൽ RXL ഓട്ടോമാറ്റിക്. 2017 RXL. അതെ. 2020 ആണോ 2017 മോഡൽ. 2017 ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫൈനൽ പ്രൈസ് നമുക്ക് ഒരു 3,45,000 രൂപയ്ക്ക് കൊടുക്കാം. 3,45 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2017 ഓട്ടോമാറ്റിക് വിത്ത് വാറന്റി അടക്കം 3,40 കൊടുക്കാം. വാറന്റി വെച്ച് കൊടുക്കാം. ഓക്കെ ടാറ്റ നെക്സോൺ ഒരു മിലിറ്ററി കളർ അല്ലേ? ഓക്കെ ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ XMS ആണ് വരുന്നത്. സൺറൂഫ് വരുന്ന മോഡൽ. 2022 XMS അല്ലേ? സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ്. പെട്രോൾ. അതെ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ റീപ്ലേസ് എന്താണോ? ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്ക് ഒരു 7,85,000 രൂപയ്ക്ക് കൊടുക്കാം. 85 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് കാറിന്റെ വാല്യൂന്റെ ഒരു 90% വരെ 90% വരെ ലോൺ കയറും. ഓക്കെ ഈ ഒരു i20യോ? 2019 മോഡൽ. പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ? ഇത് 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 43 കിട്ടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? മാഗ്ന. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്കൊരു 5,75,000 രൂപ. 5,75. എത്ര ലോൺ കയറും? നമുക്കൊരു 5,20,000 അടുത്തേക്ക് നോക്കാം. ഒരു 50,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു പഞ്ച് ഒരു ഡിഫറെന്റ് കളർ പെട്രോൾ ആണോ? പെട്രോൾ. ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ അഡ്വഞ്ചർ 2021 അഡ്വഞ്ചർ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് 37,000. റീപ്ലേസ് എന്താണോ? ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു 5,90,000 രൂപയ്ക്ക് വിത്ത് വാറണ്ടി. 5,90 വിത്ത് 1 ഇയർ വാറണ്ടി അടക്കം കൊടുക്കാം. ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ആയിട്ടാണെങ്കിൽ 2019 മോഡൽ മാഗ്ന ആണ് വരുന്നത്. 2019 മാഗ്ന. ഓക്കെ ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ? 30,000 കിലോമീറ്റർ റേഞ്ച് ഓടിക്കും. 30,000 ഓടിയിട്ടുണ്ടോ? റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓണർ. ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് ഫൈനൽ പറഞ്ഞാൽ മതിയേ 4,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 4,50. അതായത് ഒരു 45,000-50,000 രൂപയുടെ വണ്ടി വേണമെന്ന് സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ ഇതിപ്പോ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് അറ്റ് പ്രസന്റ് 100+ വെഹിക്കിൾസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ കാണിക്കാത്ത വെഹിക്കിൾസ് കുറെ നമ്മളെ കൊടുവള്ളി ഷോറൂമിലുണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ബാക്കിൽ യാർഡ് ഉണ്ട്. അവിടെ കുറെ വെഹിക്കിൾസ് ഉണ്ട്. ഓക്കെ സത്യം പറഞ്ഞാൽ മോർണിംഗ് ഒരു 6 മണിക്ക് വന്നിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ സമയം ഒരു 7:15 അപ്പോൾ വീഡിയോ എൻ്റെ ആവാണ്. അപ്പോൾ എന്തായാലും അവിടെ വീട്ടുകാരെ രാവിലെ തന്നെ ബുദ്ധിമുട്ടിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്.
ഓൾമോസ്റ്റ് നമ്മൾ വണ്ടികളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവരുടെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് കോഴിക്കോട് പാവങ്ങാട് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ. അതായത് പുതിയ പാവങ്ങാടല്ലേ, പാവങ്ങാട് ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട് തന്നെ ഓട്ടോ വെഞ്ചർ എന്ന് പറഞ്ഞ് കാണാം. എന്തായാലും അടിയിൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും വരാം. ഒരുപാട് മോഡൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ബൈ.